पवित्र आत्मा की सहायता अगर हम हमारे पास नहीं है तो हम साथ मिलकर आनंद के साथ जिंदगी बिता नहीं पाएंगे। അതുകൊണ്ട് നമുക്ക് കുറെ കൂടെ ദൈവസന്നിധി വിശ്വസ്തരാകാൻ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. और इसीलिए हम परमेश्वर के सन्मुख में और थोड़ा खरे मन से जीने के लिए हम अपने आप को समर्पण करेंगे। ഇതാ രാവിലെ പരിശുദ്ധാത്മാവിന്റെ അകത്ത് തന്ന ഒരു വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. आज सुबह के समय परमेश्वर का वचन जो पवित्र आत्मा ने मेरे अंदर दिया है हम मिलकर मनन करेंगे। യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 पहला മുതൽ യോഹന്നാൻ 3रा अध्याय 1-2 വാക്യങ്ങൾ. उसका पहला और दूसरा वचन। കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ തനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. देखो पिता ने हमसे कैसा प्रेम किया है कि हम परमेश्वर की संतान कहलाएं, और हम है भी। इस कारण संसार हमें नहीं जानता क्योंकि उसने उसे भी नहीं जाना। हे प्रियो, अब हम परमेश्वर की संतान हैं और अभी तक यह प्रकट नहीं हुआ कि हम क्या कुछ होंगे। इतना जानते हैं कि जब वह प्रकट होगा तो हम उसके समान होंगे, क्योंकि उसको वैसे ही देखेंगे जैसा वह है। Praise the Lord. Amen. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, നോക്കുക, നാം ദൈവത്തിന്റെ മക്കളാകുന്നു. യോഹन्ना प्रेरित अपने पत्री में कहता है कि हम परमेश्वर के संतान हैं। ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി നാം നമ്മുടെ വീടുകൾക്കകത്തിരിക്കുകയാണ്. हम आज सुबह के समय परमेश्वर की आराधना के लिए हमारे घरों में बैठे हैं। നമുക്ക് ധൈര്യമായി പറയാൻ പറ്റുമോ, ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്? क्या हम हिवाव के साथ कह सकेंगे कि मैं परमेश्वर का बेटा हूँ, बेटी हूँ? ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിലേ നാം വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകുകയുള്ളൂ. उस प्रकार की एक दृढ़ता अगर हमारे अंदर है तभी हम विश्वास में दृढ़ता प्राप्त कर पाएंगे। അവർക്കറിയില്ല അവർ ദൈവങ്ങളാണ്. वे जानते नहीं हैं कि वो परमेश्वर है। ദൈവമക്കളാണെന്നുള്ള അറിവാണ് ലോകത്തിൽ നമ്മെ ബലത്തോടെ നിർത്തുന്നത്. इस संसार में हम परमेश्वर के संतान है करके उस बात को जब हम पहचानते हैं तब हम संसार में खड़े रहने के लिए सामर्थ्य देती है। നമ്മൾ ദൈവമക്കളാകാൻ എന്തെങ്കിലും ദൈവത്തിന് പ്രത്യേകമായി കൊടുത്തോ? क्या हम परमेश्वर के संतान होने के लिए परमेश्वर के को हमने कुछ दिया है? നമ്മൾ എന്തെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ ചെന്നിട്ടാണോ ദൈവമക്കളായത്? क्या हम कोई भी खास जगह में जाकर परमेश्वर के संतान बने? നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സമ്പത്ത് കൊടുത്തിട്ടാണോ നമുക്ക് ഈ പദവി ലഭിച്ചത്? क्या हमने कुछ दान चुकाकर इस प्रकार परमेश्वर के संतान हुए हैं? അല്ല, നാം ഒന്നും കൊടുത്തിട്ടല്ല നമുക്ക് ഈ പദവി ലഭിച്ചത്. नहीं, हमने कुछ देकर इस प्रकार की पदवी हासिल नहीं किए हैं। നമ്മൾക്ക് ഈ പദവി ലഭിച്ചതിന് കാരണം സർവശക്തനായ ദൈവത്തെ അടുത്തറിയാൻ കൃപ ലഭിച്ചു എന്നുള്ളത് കൊണ്ടാണ്. और इस पदवी हमें इस प्रकार मिला क्योंकि उस सर्वशक्तिमान परमेश्वर को एकदम करीबी रीति से जानने का एक मौका जो हमें मिला है। ബൈബിൾ പറയുന്നു, അവനെ കൈക്കൊണ്ട്, നമ്മുടെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. बाइबल कहता है कि उसे स्वीकार कर कर उसके नाम पर उसे यकीन किए हुए हरेक को उसके पुत्र कहलाने के लिए उसने मौका दिया है। യേശുവിനെ കൈക്കൊണ്ടാൽ, यीशु को स्वीकार किया हुआ, യേശു പറയുന്നത് അനുസരിക്കാൻ തീരുമാനമെടുത്താൽ, यीशु के कहने मानने का निर्णय लेते हैं, तब യേശുവിന്റെ നാമത്തെ വിശ്വസിച്ചാൽ, यीशु का नाम को अगर यकीन करते हैं तो നമുക്ക് ദൈവമക്കളാകാൻ ദൈവം അധികാരം തന്നിരിക്കുക. हमें परमेश्वर के संतान होने के लिए उन्होंने अधिकार दिया है। ഒരു കാലത്ത് നാം ഒരുപാട് നേർച്ച കാഴ്ചകൾ കൊണ്ടും മലകൾ കയറിയും ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തും ദൈവമക്കളാണെന്നുള്ള ചിന്തയിൽ നടന്നവരാണ്. हम अक्सर एक समय था जब हम इस संसार के रूप में अनेक क्रियाक्रम कर कर परमेश्वर के संतान होने का कोशिश किया।
എന്നാൽ യഥാർത്ഥമായി ദൈവത്തിന്റെ വചനം ഗ്രഹിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ പ്രയത്നങ്ങളൊന്നും ദൈവമക്കളാകാൻ പ്രയോജനപ്പെടില്ല. मगर परमेश्वर के बच्चे होने के लिए ये सारे काम या मेहनत फलवंत नहीं होगा करके हम एक समय में पहचान गए. യേശു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം കൊണ്ട് അവനെ അംഗീകരിക്കാൻ മനസ്സുവെച്ച് കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാണ് നാം ദൈവമക്കളായത്. और हे परमेश्वर, मैं आपके वचन को यकीन करता हूँ और मसीह पिता परमेश्वर का पुत्र है करके उस बात को मैं यकीन करके उस बात को मेरे हृदय के अंदर स्वीकार करके पापों को कबूल कर हमने परमेश्वर के संतान हुए हैं. യേശുവിനെ കൈക്കൊണ്ടാൽ മാത്രമേ നമുക്ക് ദൈവമക്കളാകാൻ പറ്റൂ. यीशु को जब हम स्वीकार करते हैं तब हम परमेश्वर के संतान हो जाते हैं. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും യഥാർത്ഥമായി ദൈവമക്കളായില്ല എന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ आज सुबह के समय अगर आज जो वचन सुन रहे हैं इनमें से कोई भी अगर परमेश्वर का संतान नहीं हुए हैं तो मैं आज आपसे कहता हूं कि परमेश्वर के वचन पर आप विश्वास करके वो परमेश्वर का पुत्र है करके समझते हुए उसके उस परमेश्वर के संतान कहलाने का इस मौका को आप स्वीकार करें. അതുകൊണ്ട് ദൈവമക്കളായവരോടുള്ള ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. अभी आगे जो परमेश्वर के संतान कहलाते हैं उनके प्रति जो संदेश है मैं अभी बताने जा रहा हूँ. അപ്പൊ ദൈവമക്കളാകുവാൻ നമുക്ക് മറ്റൊന്നും ചെയ്യേണ്ടതില്ല, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ മതി. परमेश्वर के संतान होने के लिए हमें अभी और कुछ करने की जरूरत नहीं है, उसे ग्रहण करना है और उसे हमें विश्वास करना है, हमें स्वीकार करना है. എന്നാൽ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകാം. और पवित्र आत्मा एक और जो बात मुझे याद दिलाती है वो कह के हम आगे की ओर बढ़ेंगे. നമുക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു. हमें उसकी संतान होने का अधिकार उन्होंने दिया है. നമ്മൾ അങ്ങനെ ദൈവമക്കളായി. और उस प्रकार हम उसके संतान बन गए हैं. എന്നാൽ നമ്മൾ ദൈവമക്കളാണെന്ന് ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ? मगर क्या हम उसके संतान है करके परमेश्वर ने हमें स्वीकार किया है? നാം ദൈവമക്കളായി നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നമ്മൾ ദൈവമക്കളാണെന്ന് ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ? हम परमेश्वर के संतान है करके हम मानते हैं, हम चलते हैं, मगर क्या परमेश्वर ने हमें उनके संतान होकर स्वीकार किया है? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം दूसरा कुरिन्ती उसकी 6वीं अध्याय 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 14वीं वचन से हम जब पढ़ते हैं പല കാര്യങ്ങൾ മാറ്റിവെക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. अनेक बातों से अलग रहने के लिए परमेश्वर हमें याद दिलाता है. ഒടുവിലായി 16-ാം വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ പറയുന്നു. और आखिरी में 16वीं वचन के अंतिम भागों में इस प्रकार कहता है, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് मगर मैं आपको स्वीकार करते നിങ്ങൾക്ക് പിതാവ് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. और मैं तुम्हारे लिए पिता और होकर तुम मेरे लिए पुत्र और पुत्री रहेंगे. നാം കർത്താവിനെ കൈക്കൊണ്ടു, യേശുവിനെ കൈക്കൊണ്ടു, മക്കളായി മാറി. हम यीशु को ग्रहण किया और हम उनके संतान बन गए. എന്നാൽ യേശു നമ്മളെ കൈക്കൊള്ളണമെങ്കിൽ मगर परमेश्वर अगर हमें ग्रहण करना है तो നാം ചിലതിനോട് വേർപാട് പാലിക്കണം. हम कुछ बातों से अलग रहना जरूरी है. നാം ചിലതിനെ വിട്ടുകളയണം. हम कुछ बातों से छोड़ना है. അവിടെ പറഞ്ഞിരിക്കുന്നു അശുദ്ധമായതൊന്നും തുടരുത്. वहां लिखा है कि अधर्म कोई भी बात से छूना नहीं है, मेल जोल नहीं करना है. അങ്ങനെ അശുദ്ധമായതിൽ ജീവിക്കുന്നവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കണം. और उस प्रकार अपवित्र जिंदगी बिताने वालों के बीच में से एक अलग होकर अलगदाई की जिंदगी बिताना है. ക്രിസ്തീയ ജീവിതം വളരെ പഥ്യമുള്ള ജീവിതമാണ്. और मसीह जिंदगी जो है वो भक्ति भरी धर्मी जिंदगी है. പലതിനോടും വേർപെടേണ്ട ജീവിതമാണ്. और अनेक बातों से अलग रहने का एक जिंदगी है. ദൈവമക്കളായാൽ പിന്നെ ഇഷ്ടം പോലെയുള്ള ജീവിതം നയിക്കാൻ പറ്റത്തില്ല. परमेश्वर का संतान कहलाते हैं तो अपने मर्जी के अनुसार वे जिंदगी नहीं बिता सकते हैं. ദൈവത്തിന്റെ വചനം പറഞ്ഞു ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. परमेश्वर की आत्मा कहता है कि परमेश्वर जिनको चलाता है वे परमेश्वर के संतान हैं.
ദൈവമക്കളായാൽ പിന്നെ നടത്തുന്ന ഒരാളുണ്ടെന്ന് പരിശുദ്ധാത്മാവാണ്. और परमेश्वर के संतान जब हो जाते हैं तब चलाने वाला एक है, वो पवित्र आत्मा है. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റില്ല. फिर हम हमारे हित के अनुसार, मर्जी के अनुसार नहीं चल सकते हैं. ദൈവം നമ്മളോട് ഉപദേശിക്കുന്ന അനുസരിച്ച് പലതിനും മാറിയിരിക്കേണ്ടി വരും. और जिस प्रकार परमेश्वर हमें संदेश देता है उन बातों से हमें अलग रहना ही पड़ेगा. പഴയ കാലത്ത് നാം സ്വീകരിച്ച ജീവിത ശൈലികളൊന്നും നമുക്കിനി ജീവിക്കാൻ പറ്റില്ല. पुराने समय में जिस प्रकार हम चलते थे, जीते थे, उस प्रकार हम अभी जी नहीं पाएंगे. മദ്യപിക്കുന്ന 2 കുപ്പി മദ്യം കഴിച്ചുകൊണ്ടിരുന്നതാണ് ദൈവമക്കളായതിനു ശേഷം അത് 1/4 കുപ്പിയാക്കിയത് കൊണ്ട് കാര്യമില്ല. मद जो लेते हैं या जो दारू पीते हैं, जो परमेश्वर के संतान होने से पहले, उद्धार पाने से पहले जब 2 बोतल खत्म करता था, अभी वो संतान हो गया है, मन फिर गया, उसके बाद अगर उसने 1 बोतल लेना शुरू किया तो वो कोई बदलावट नहीं है. ദൈവമക്കളാകുക എന്ന് പറഞ്ഞാൽ പുതിയ മനുഷ്യരാകുക എന്നാണ് എന്റെ അർത്ഥം. परमेश्वर के संतान होना अर्थात नया मनुष्य बनना. ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് ക്രിസ്തു നയിച്ചതുപോലെയുള്ള ഒരു ജീവിതം നയിക്കാൻ സമർപ്പിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. मसीह को हमारा नमूना बनाते हुए उसने जो मार्गों में चला, उसी मार्ग में चलने के लिए पवित्र आत्मा हमसे चाहता है. അതുകൊണ്ട് നമ്മളെ കാണുന്നവർക്കും മനസ്സിലാകണം നമ്മൾ യഥാർത്ഥമായി ദൈവമക്കളായെന്ന്. और इसीलिए हमें देखने वाले समझना चाहिए कि हम सच्चे रूप में उसके संतान हैं. ഇന്ന് പലരെയും കണ്ടാൽ എവിടാണെന്ന് അറിയില്ല. आज अनेक लोगों को देखेंगे तो वे कहाँ हैं करके मालूम नहीं पड़ता है. ഞായറാഴ്ച ഒരു പള്ളിയിൽ പോകാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ദൈവമക്കളായത്. केवल इतवार के दिन मंदिरों में, परमेश्वर के भवनों में आने के लिए हम परमेश्वर के संतान नहीं बने हैं. 24 മണിക്കൂറും എന്നെ കാണുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾക്ക് മുൻപിൽ ഞാൻ കർത്താവിന്റെ സ്വഭാവത്തെ ആഗ്രഹിക്കണം. 24 घंटा मुझे देखने वाला उस अग्नि ज्वाला के समान जिसका आंक है, उसके सामने मैं जिंदगी बिता रहा हूं करके एक होश हमारे अंदर होना चाहिए. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? सकेती वाले उस मार्ग से प्रवेश करने के लिए आप मेहनत करो, लगे रहो करके कहते हैं. इसका अर्थ क्या है? വിശാലമായ ഒരുപാട് വഴികൾ ലോകത്തിലുള്ളപ്പോൾ, विशाल और बड़े मार्ग जब अनेक इस संसार में होने पर, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ പോകേണ്ടത് ഇടുങ്ങിയ വഴിയിലൂടെയാണ്. यीशु मसीह को पीछे होने वाले लोग उस सकेती वाली मार्ग में से चलना है. അവർ വളരെ ഞെരുങ്ങിയാണ് ജീവിക്കേണ്ടത്. वे एकदम अपने जिंदगी को संभाल कर चलना है. ഇടത്തും വലത്തുമുള്ള അശുദ്ധികളിൽ പെടാതെ വളരെ സൂക്ഷിച്ചു വേണം ജീവിതം നയിക്കാൻ. अपने दाएं माएं जो अशुद्ध बातें हैं वो हमारे ऊपर नहीं आए, उस प्रकार संभाल कर एक संकीर्ण जिंदगी को बिताना है. ഒരു മനുഷ്യന്റെയും കഴിവുകൊണ്ട് അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റില്ല. एक व्यक्ति अपने खुद के सामर्थ्य में इस प्रकार की एक जिंदगी बिता नहीं सकता है. എന്നാൽ ക്രിസ്തുവിലുള്ള ആശ്രയം കൊണ്ട്, കർത്താവിലുള്ള ഭക്തി കൊണ്ട് കർത്താവ് നമ്മെ क्या परमेश्वर की आत्मा हमें चलाता है? उस सुबोध हमारे अंदर है. ദൈവാത്മാവ് നടത്തുന്നത് വളരെ സുഖമാണ്. और परमेश्वर की आत्मा जो हमें चलाता है वो हमें बहुत आनंद देती है. നമ്മുടെ വീട്ടിലുള്ള 2-3 വയസ്സുള്ള ഒരു കൊച്ചിന് അവൻ നാളെ എന്ത് കഴിക്കുമെന്നുള്ള ടെൻഷൻ ഉണ്ടോ? क्या हमारे घर के अंदर जो 2 या 3 साल के उम्र के बच्चे जो है उन्हें इस प्रकार का चिंता है कि कल मैं क्या खाऊंगा? അവൻ അറിയാം അവന്റെ അപ്പൻ അവന്റെ കാര്യം നോക്കുമെന്ന്. वो बच्चा जानता है कि दूसरे दिन का प्रबंध मेरा पिताजी करेगा. ഇതുപോലെയാണ് ക്രിസ്തുവിൽ ദൈവാത്മാവിൽ നടത്തപ്പെടുന്നവർ. इसी प्रकार मसीह में परमेश्वर के द्वारा चलाने वाले उसके प्रजा इस प्रकार है. വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിൽ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവീൻ എന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുമെന്നാണ് വചനം. और पुराने नियम में एक वचन इस प्रकार है कि मार्ग यह है और इसी में से चलो करके पीछे से एक आवाज आया करके लिखा है.
എന്നാൽ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയിൽ പിറകിൽ നിന്നല്ല അകത്തു നിന്ന് കേൾക്കും വഴി പറഞ്ഞു തരും. मगर नए नियम के व्यवस्था के अनुसार पीछे से आवाज नहीं आती है, हमारे मनों के अंदर से उस आवाज आती है. ഓരോ ദിവസവും നടക്കേണ്ടുന്ന വഴി പറഞ്ഞ് നടത്തുന്ന ദൈവാത്മാവാണ് നമ്മുടെ കൂടെ ഉള്ളത്. हर एक दिन जिस प्रकार जिस मार्ग में चलना है वो मार्ग को दिखाने वाला एक पवित्र आत्मा हमारे अंदर है. അതുകൊണ്ടാണ് ദൈവമക്കൾ എന്ന പദവിക്ക് നാം സന്തോഷിക്കുന്നത്. और इसलिए परमेश्वर के संतान कहलाने वाले उस पदवी से हम आनंद मनाते हैं. നമുക്കറിയാം നമ്മുടെ വാഹനങ്ങളിൽ പിടിപ്പിച്ചിട്ടുള്ള ഒരു GPS എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച്. हम जानते हैं हमारे गाड़ी में GPS करके एक यंत्र हम लगाए हैं. ഞാൻ ആദ്യമായി അത് കാണുന്നത് വിദേശത്ത് ഒരു ചർച്ചിൽ വെച്ചാണ്, ഒരു സ്ഥലത്ത് വെച്ചാണ്. मैं सबसे पहले उस GPS को विदेश से एक चर्च में जाते समय देखा था. ഞാൻ ആദ്യമായി ആ രാജ്യത്തെത്തുമ്പോൾ मैं उस राज्य में जब पहले बार पहुंचे 2007 के साल में ആ വാഹനത്തിനകത്തൊരു GPS ഉണ്ട്. उस गाड़ी के अंदर एक GPS लगा हुआ है. വാഹനത്തിൽ കയറി വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനകത്തു നിന്ന് ഒരു പെൺകുട്ടി സംസാരിക്കാൻ തുടങ്ങി. और जैसे ही गाड़ी के अंदर में प्रवेश हुआ और गाड़ी शुरू हुआ चलने लगा, तब उस यंत्र के अंदर से एक स्त्री बात करने लगी. ആ വാഹനം ഓടിക്കുന്ന ദേവദാസനോട് ഞാൻ ചോദിച്ചു, ആരെയും സംസാരിക്കുന്നത്? तो मैं वो गाड़ी चलाने वाला परमेश्वर के सेवक से पूछा कि ये कौन बात कर रहा है. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആന്റി ഇതിനകത്ത് നമ്മൾ പോകേണ്ട സ്ഥലത്തെ കുറിച്ചുള്ള വഴി ഈ വണ്ടി എവിടെ എത്താമെന്ന് നമ്മൾ ഈ വണ്ടിയോട് പറഞ്ഞു കൊടുത്തിരിക്കുക, ആ വഴി പറഞ്ഞു തരിക. तब उन्होंने मुझसे कहा कि इस गाड़ी के अंदर हमें कहाँ पहुंचना है करके उस मार्ग की बातों को इस यंत्र के अंदर लगा के रखा है और हमें कहाँ जाना है करके ये हमें मार्गदर्शन करती है. Praise the Lord. Amen. അപ്പോൾ ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ച് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. मैं इस प्रकार यात्रा करते समय एक एक बातों को उनसे पूछ के समझ रही थी. അപ്പൊ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ചെല്ലേണ്ട സ്ഥലം വരെയുള്ള വഴി അതിനകത്ത് റെക്കോർഡ് और जहाँ से निकलना है, निकल के जहाँ पहुंचना है उस मार्ग उसके अंदर ऑलरेडी रिकॉर्ड करके रखा है. അപ്പൊ ഈ വാഹനം പോകേണ്ടത് ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. और जब गाड़ी जा रहा है तो मार्ग के अनुसार बाएं चलो, आगे चलो, इस प्रकार दाएं चलो करके सब कह रहा है. എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ പറയും യു റീച്ച് ദി ഡെസ്റ്റിനേഷൻ. और जब पहुंचने वाला जगह में पहुंच गया तब वो कहता है कि आप आपके स्थल में पहुंच गए हैं. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നാം എത്തിയെന്നാണ് ആ വാഹനത്തിനകത്തിരിക്കുന്ന GPS പറയുന്നത്. आपके लक्ष्य स्थान में आप पहुंच गया करके उस GPS कहता है. ഇതുപോലെ പരിശുദ്ധാത്മാവാകുന്ന GPS നമ്മുടെ അകത്തുണ്ട്. इस प्रकार पवित्र आत्मा रूपी एक GPS हमारे अंदर है. ഓരോ ദിവസവും നടക്കേണ്ടുന്ന വഴി ഇതാകുന്നു ഇതാകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നടത്തുന്ന ഒരു വലിയ പദവി ദൈവമക്കൾക്കുണ്ട്. हर दिन जो चलने वाला मार्ग में ये है मार्ग, यहाँ से चलो करके कहने वाला एक पवित्र आत्मा हमारे अंदर है और हम परमेश्वर के संतान होने के कारण इस प्रकार के एक सौभाग्य हमें दिया गया है. ഇതാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബൈബിളിൽ എഴുതിയത്, പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴികൾ. और इसीलिए यही बात है जो अनेक सदियों से पहले पवित्र शास्त्र में लिखा है कि परमेश्वर चलाने वाला मार्ग. ദാവീദിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിന്നെ കാണിച്ചു. दाऊद से कहता है कि मैं तुझे उपदेश देकर जो मार्ग में चलाऊंगा उसमें चल. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. मैं तुझ पर दृष्टि रखकर सलाह पहुंचाऊंगा. ഇന്ന് രാവിലെ വഴി പറഞ്ഞു തരുന്ന ഒരു ദൈവാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? क्या आज सुबह के समय मार्ग दिखाने वाला एक परमेश्वर के उपस्थिति को आप महसूस कर पा रहे हैं? പലപ്പോഴും ദൈവാത്മാവ് പറഞ്ഞ വഴിയിൽ സഞ്ചരിക്കാതെ സ്വന്തം ഇഷ്ടത്തിനുള്ള വഴികളിൽ സഞ്ചരിച്ചിട്ടില്ലേ? क्या अक्सर हम पवित्र आत्मा दिखाने वाले उस मार्ग से भटक कर हमारे खुद के उस मार्ग में क्या हमने सफर नहीं किए हैं? അതിനുള്ള പരാജയങ്ങൾ നാം അനുഭവിച്ചിട്ടില്ലേ? उसके वजह से हरावट क्या हमारे जिंदगी में नहीं आई है?
ഇന്ന് രാവിലെ ഈ സഭായോഗത്തിൽ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. आज सुबह के समय इस पवित्र सभा में आपको वापस लौट आने के लिए पवित्र आत्मा याद दिला रहा है. ദൈവാത്മാവിന്റെ നടത്തിപ്പിലല്ലാതെ पवित्र आत्मा की चलाने के से सिवाय സ്വന്തം ഇഷ്ടങ്ങളിൽ നടന്നാൽ അത് പരാജയത്തിന്റെ വഴിയാകും, അത് ബാലശിക്ഷയ്ക്കുള്ള കാരണമാകും. अपने खुद के मर्जी के अनुसार चलेंगे तो वो शिक्षा के कारण हो जाएगा, गिरावट के कारण बन सकता है. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു മടങ്ങി വരവിന് വേണ്ടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. और इसलिए आज सुबह के समय वापस लौट आने के लिए मैं आपसे विनती करता हूँ. പിതാവാണ് നമ്മളെ ദൈവമക്കളാക്കിയത്. पिता ने हमें उनके संतान बनाया है. തന്റെ സ്വന്തം പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് പകരമായി കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ട് ആ മരണത്താൽ എന്റെ മരണം മാറ്റിയത് കൊണ്ടാണ് ഞാൻ അവരെ വിശ്വസിച്ച് ദൈവമക്കളായത്. उसके खुद के निज पुत्र को इस संसार में बेचकर मेरे मृत्यु के जगह पर उन्होंने क्रूस पर मृत्यु दिलाया और उस बात को मैंने यकीन किया और स्वीकार किया. उस प्रकार मैंने उसका संतान बना. അതുകൊണ്ട് ലോകത്തിന് യേശുവിനെ മനസ്സിലാകാതിരുന്നത് കൊണ്ട് നമ്മളെയും മനസ്സിലാകുന്നില്ല. और इसीलिए संसार परमेश्वर को समझ नहीं पाया, मगर हम समझ पाए. ഞാൻ പറയാൻ വന്ന വചനത്തിലേക്ക് കടക്കുകയാണ്. मैं जो पढ़ा हुआ वचन की ओर मैं वापस आ रहा हूँ. രണ്ടാം വാക്യം, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. हे प्रियो, अब हम परमेश्वर के संतान है. ഉറപ്പിച്ച് ഒന്നുകൂടെ ധൈര്യപ്പെടുത്തി പറയുക, ഒരു സംശയവും വേണ്ട. പ്രതിസന്ധി അനുഭവിച്ചാലും, കഷ്ടങ്ങളിലൂടെ പോയാലും, പോരാട്ടങ്ങൾ നേരിട്ടാലും, അപവാദങ്ങൾ കേട്ടാലും, ലോകം മുഴുവൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നിങ്ങൾ ദൈവമക്കളാകുന്നു. और एकदम हियाव के साथ, धैर्य के साथ वो कहता है कि कोई शंका की जरूरत नहीं है कि चाहे कोई भी तकलीफ आए, आप अकेलापन महसूस कर रहे होंगे, कुछ भी तकलीफ क्यों ना है, मगर फिर भी परमेश्वर के संतान आप हो. എത്ര വലിയ കഷ്ടങ്ങളിലൂടെ നാം കടന്നുപോയാലും നാം ദൈവമക്കൾ തന്നെ. कितना भी बड़ा समस्या के बीच में से भी हम गुजरने पर भी हम संतान परमेश्वर के होने के कारण ആ उറപ്പ് ലഭിച്ചവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? क्या उस दृढ़ता जिनको मिला है, हासिल किया है, वे अपने हाथों को उठाकर परमेश्वर की वे स्तुति कर पाएंगे. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്നു. हम अभी कहते हैं दृढ़ से कि परमेश्वर के हम संतान हैं. അടുത്ത വാക്യം, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. अगला वचन ये है कि और अभी तक यह प्रकट नहीं हुआ कि हम क्या कुछ होंगे. നാളെ നാം എന്താകുമെന്ന് നമുക്കറിയില്ല. हम कल क्या होंगे करके हम नहीं जानते हैं. എന്നാൽ നമുക്കുള്ള ഒരു ഉറപ്പ് എന്നാണെന്നറിയാമോ? मगर हमारा एक दृढ़ता क्या है, നാളെ എന്താകുമെന്ന് നമുക്കറിയില്ലെങ്കിലും कल क्या होगा करके हम नहीं जानने के बावजूद നാളെ ഞാൻ എന്താകുമെന്ന് അറിയാവുന്നവനാണ് എന്നെ നടത്തുന്നത്. मगर मैं कल क्या होऊंगा करके जानने वाला मेरा परमेश्वर है. ഒന്നുകൂടെ പറഞ്ഞാൽ എന്റെ ഭാവി അറിയാവുന്ന ദൈവമാണ് എന്നെ നടത്തുന്നത്. वापस में कहूं तो मेरा भविष्य को जानने वाला परमेश्वर मेरा परमेश्वर है. അപ്പൊ നടക്കുന്നവൻ വലിയ ടെൻഷൻ ഒന്നും പിടിക്കണ്ട, നാളെ ഞാൻ ആരാകുമെന്ന് ദൈവത്തിന് അറിയാം. इसीलिए चलने के लिए के बातों में या विषय में हमें व्याकुल होने की जरूरत नहीं है, चिंतित होने की जरूरत नहीं है, क्योंकि परमेश्वर हमें चलाता है और वो जानता है कि हम कल क्या होंगे. ഇവിടെ പറയുന്നു നാം യേശു ക്രിസ്തുവിനെ പോലെ സദൃശന്മാരാകും, യേശുവിനോട് സദൃശന്മാരാകും. और यहाँ लिखा है कि हम यीशु के समान हो जाएंगे. അപ്പൊ നാളെ ആരാകുമെന്ന് അറിയാവുന്നവൻ നമ്മെ നടത്തുമ്പോൾ और जब कल क्या होगा करके जानने वाला परमेश्वर जब हमें चलाता है, ഞാൻ ടെൻഷൻ ഒന്നും പിടിക്കണ്ട. हमें व्याकुल होने की जरूरत नहीं है. പക്ഷെ നാളെ എനിക്ക് ലഭിക്കാൻ പോകുന്ന പദവിക്കനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയുള്ള ജീവിതം ഞാൻ നയിക്കും. मगर कल मुझे क्या मिलेगा करके उस आशा के अनुसार एक महत्वपूर्ण जिंदगी मैं आज में बिताऊंगा. ഇന്ന് ലോകത്തിൽ വിവിധ കളിക്കാരുണ്ട്. संसार में अनेक खेलने वाले लोग हैं, खिलाड़ी हैं.
ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, അങ്ങനെ പലവിധമായ കളിക്കാരുണ്ട്. और इस प्रकार फुटबॉल खेलने वाले लोग हैं, क्रिकेट खेलने वाले लोग हैं. ഈ ക്രിക്കറ്റ് ലോകത്തിൽ ഏറ്റവും നല്ല ഒരാളെ ആരാധിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? और आप देखे होंगे कि क्रिकेट के संसार में अच्छा खिलाड़ी के आराधना करने वाले लोग हैं या उनके उनसे आकर्षित लोग हैं. എനിക്ക് ആ ഫീൽഡുകളോടൊന്നും ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്ക് അവരുടെ പേരൊന്നും അറിയില്ല. मैं उस खेल के बारे ज्यादा नहीं जानता हूँ, इसीलिए खिलाड़ियों का नाम मुझे नहीं मालूम. പക്ഷെ ഏറ്റവും നല്ല കളിക്കാരന് ആരാധകരുണ്ട്. मगर इस प्रकार अच्छा खेलने वालों का लोगों का फैन है. ആ ആരാധകരെ ശ്രദ്ധിച്ചാൽ അവർ ആരാധിക്കുന്ന ആ താരത്തിനനുസരിച്ച് അവരവരുടെ ജീവിത ശൈലികളും വ്യത്യാസപ്പെടും. और ये जो खिलाड़ियों का प्रशंसक है, वे प्रशंसक उस खिलाड़ी के अनुसार अपने जिंदगी के शैली को भी बदलता है. അവരുടെ പേരെഴുതിയ ടീഷർട്ട് ഇടും, അവർ നടക്കുന്നത് പോലെ നടക്കാൻ ശ്രമിക്കും, അവർ പന്ത് തട്ടുന്നത് പോലെ തട്ടാൻ ശ്രമിക്കും. കാരണം അവരുടെ ആരാധന മുഴുവൻ ആ ഒരു വ്യക്തിയാണ്. और उस प्रकार जो खिलाड़ी के प्रशंसक है, वे भी उस खिलाड़ी के नाम लिखा हुआ टी शर्ट पहनते हैं. वो जिस प्रकार चलते हैं उस प्रकार चलने की कोशिश करते हैं, जिस प्रकार वो खेलते हैं उस प्रकार वो खेलने की कोशिश करते हैं. वो उसके जीवन शैली को अपनाने का कोशिश ये प्रशंसक लोग करते हैं. അവരുടെ ഹൃദയത്തിലെ ചിന്ത മുഴുവൻ ആ വ്യക്തിയെ പോലെ ആകണമെന്നാ. और उसके हृदय के अंदर जो विचार है वो कैसे भी उस खिलाड़ी के समान होना है करके वे कोशिश करते हैं. വലിയ ബാറ്റ് ഒന്നും മേടിക്കാൻ പണം ഇല്ലെങ്കിൽ അവര് തെങ്ങിന്റെ മടല് വെട്ടി അവര് കളിക്കും. वे अच्छा कीमती बैट खरीदने के लिए उनके पास पैसा नहीं होने के बावजूद वे उस नारियल के लकड़ी को लेकर काट कर खेलने की कोशिश करते हैं. അവരുടെ ചിന്ത ആ ആളെ പോലെ എനിക്ക് ആകണമെന്നാ. और उसके विचार एक ही है कि उस खिलाड़ी के समान मुझे बदलना है. അങ്ങനെയാണെങ്കിൽ നാളെ കർത്താവിനോട് സദൃശന്മാരാകും എന്ന് നമ്മോട് പരിശുദ്ധാത്മാവ് പറഞ്ഞെങ്കിൽ നമ്മുടെ ഇരിപ്പിലും നടപ്പിലും ചിന്തയിലും നമ്മുടെ പ്രവർത്തന ശൈലിയിലും എല്ലാം കർത്താവിനെ പോലെയാകാൻ നാം ശ്രമിക്കണ്ടേ? अगर इस प्रकार है तो अगर पवित्र आत्मा हमसे कहता है कि कल हम परमेश्वर के समान होंगे, तो फिर क्या हम हमारे आज की जिंदगी में उस परमेश्वर के समान हमारे बैठक में, चाल चलन में, हमारे उठने में, बैठने में, हर बातों में, जिंदगी के हर श्रेणी में क्या हम परमेश्वर के समान नहीं होना चाहिए? ഈ ലോകത്തിൽ വലിയ പദവികളൊന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിലും इस संसार में अधिक बड़े पदवी हमें नहीं मिलने पर भी നിത്യതയിൽ ഒരു വലിയ പദവി നമ്മെ കാത്തിരിക്കുകയാണ്. उस अनंत काल की जिंदगी में एक बड़ा पदवी हमारे लिए इंतजार कर रहा है. അത് നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട യേശുവിനെ പോലെ അവനോട് സദൃശന്മാരാകുന്ന ഒരു പദവിയാണ്. और वो इस संसार में हमारे लिए काल्वरी क्रूस पर जान दिया हुआ उस मसीह के अनुरूप बनने का एक स्थान है. അത് ദൈവത്തിന്റെ അവകാശികളാക്കി നമ്മെ മാറ്റുകയാണ്. और उस स्थान हमें परमेश्वर के हकदार बनाकर बदलता है. ക്രിസ്തുവിനെ വിശ്വസിച്ചവർ ദൈവത്തിന്റെ അവകാശികളാണ്. और जो मसीह पर यकीन किया है वे मसीह के अवकाशी है, हकदार है. ക്രിസ്തുവിന് കൂട്ടവകാശികളാണ്. और वे मसीह के भागीदार हैं. എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? उसका अर्थ क्या है? പിതാവായ ദൈവത്തിന്റെ അവകാശം എന്തെല്ലാം ക്രിസ്തുവിനുണ്ടോ അതിന്റെ എല്ലാം കൂട്ടവകാശികളായി, കൂടെയുള്ള അവകാശികളായി നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. इसका अर्थ यह है कि परमेश्वर जो पिता है वो पुत्र के ऊपर जितना हक और भाग्य दिया है, उनके पुत्र हो संतान कहलाने के नाते वो सारे अवकाश पर हमारा भी भाग्य बनता है, हम भी उस पर भागीदार है. അപ്പൊ അത്രയും വലിയ പദവി ലഭിക്കാൻ പോകുന്നവർ ഇത്ര ചീപ്പായ ജീവിതം ഇവിടെ നയിക്കാൻ പറ്റുമോ? क्या इतना बड़ा स्थान मिलने वाले हम क्या इतना सरल या एकदम आम जिंदगी क्या यहाँ बिता सकते हैं? ആ ചെല്ലാൻ പോകുന്ന രാജ്യത്തിനനുസരിച്ചൊരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാകും. उस जाने वाले राज्य के अनुसार कम से कम थोड़ा से तो हमारा जिंदगी क्या हमें सुधारने की जरूरत नहीं है. ഒരു വിദേശ രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ കൾച്ചർ അനുസരിച്ചാണ് നമ്മൾ പോകുന്നത്.
एक विदेश राज्य में जब हम जाते हैं तो उस राज्य के रीति के अनुसार, रिवाज के अनुसार हम जाते हैं. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു രാജ്യമല്ല മറ്റൊരു ഗോളത്തിലേക്ക് ക്രിസ്തുവിന് സദൃശന്മാരായി പോകാനിരിക്കും നമുക്ക് എന്തെല്ലാം ജീവിത ശൈലികളിൽ മാറ്റം വരുത്തണമെന്ന് തീരുമാനിക്കുന്ന പരിശുദ്ധാത്മാവാണ്. अगर इस प्रकार है तो फिर इस संसार या इस पृथ्वी में नहीं, दूसरा एक गोल में जाकर राज्य में निवास करने वाले जो हम हैं, उस हम लोग जो उसके संतान हैं, कितना अपना जिंदगी को तैयार कर कितना सही कर अपने आप को संभाल कर चलना है. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിത ശൈലികളിൽ മാറ്റം വരുത്തണം. अगर इसीलिए पवित्र आत्मा के हित के अनुसार हमारे जिंदगी के शैली को बदल कर चलना है. നാളെ നമ്മുടെ പദവിയെ ബാധിക്കുന്നതൊന്നും നാം ചെയ്യരുത്. कल हमारे स्थान को अफेक्ट करने वाली कोई भी बातें आज हमें नहीं करना है. പുറകോട്ട് നോക്കി ദുഃഖിക്കാൻ ഇടവരരുത്. पीछे की ओर मुड़कर दुखित होने के लिए, खेदित होने की जरूरत नहीं पड़ना चाहिए. ലോക ജീവിതത്തെ നോക്കി കരയാനിടയാകരുത്. पिछले इस संसार की जिंदगी को देखकर हमें आंसू बहाने की मौका नहीं होना चाहिए. പ്രതിഫലങ്ങൾ നഷ്ടമാകാൻ പോകുന്നു എന്നുള്ള ചിന്തയിൽ നാം കുറെ കൂടെ ദൈവത്തിന് ഹിതമുള്ള വിശുദ്ധ ജീവിതം നയിക്കാൻ തയ്യാറാണ്. प्रतिफल नष्ट हो जाएगा करके एक विचार के साथ हम इस दैनिक जिंदगी में, सांसारिक जिंदगी में एक और कदम पवित्र बनकर परमेश्वर के साथ चलना चाहिए. ഈ ദർശനം അകത്തുള്ളവന് മാത്രമേ താൻ പോകാനിരിക്കുന്ന സ്ഥലത്തെ കൾച്ചർ പോലെ ആയി തീരണമെന്നൊരു ചിന്ത ഉണ്ടാവും. इस दर्शन जिस व्यक्ति के अंदर है वही जाने वाले उस देश के रीति के अनुसार इस संसार में अपनी जिंदगी को बिता सकता है. അലക്സാണ്ടർ ചക്രവർത്തി തന്റെ ചെറിയ പ്രായത്തിൽ റോഡിൽ നിന്ന് ചില മോശമായ കുഞ്ഞുങ്ങളോടൊത്ത് കളിക്കുകയായിരുന്നു. वो अपने नौजवान के जवानी के समय में रोड में कुछ आम बच्चों के साथ खेल रहा था. അവന്റെ പിതാവ് അവനെ വിളിച്ചകത്ത് കയറ്റി. उसके पिता ने उसे बुलाकर अंदर, घर के अंदर बुलाया. അവനോട് ചോദിച്ചു, നീ ആരാണെന്ന് നിനക്കറിയാമോ? और उससे पूछा कि तू कौन है करके तू जानते हो? നീ നാളെ ആരാകുമെന്ന് നിനക്കറിയാമോ? और कल तू क्या बनने वाला है करके तू जानते हो? ആ പദവിക്ക് അനുസരിച്ച് ഇപ്പോൾ നീ ചെയ്യുന്നത് ശരിയാണോ? क्या उस पदवी के अनुसार, उस स्थान के अनुसार आज तू कर रहा है वो सही है? ഇപ്പോൾ അവൻ ഒരു രാജാവിന്റെ മകനാണ്. अभी एक राजा का बेटा है. നാളെ ഞാൻ രാജാവാകാനുള്ളവനാണ്. और कल वो राजा बनने वाला है. ആ പദവിക്ക് അനുസരിച്ച് എനിക്കിത് ചേരില്ല. क्या उस स्थान के अनुसार आज की जिंदगी वो मिलता है? ആ ചോദ്യങ്ങളാണ് തന്റെ ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാക്കിയത്. उस सवाल उसकी जिंदगी को बदल दिया. അതുകൊണ്ട് നാളെ ആരാകുമെന്ന് ചിന്തയുള്ളവൻ, ഇന്ന് ആരാണെന്ന് ഉറപ്പുള്ളവൻ അതിന്റെ കൾച്ചറിനനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. और इसीलिए कल क्या होगा करके जानने वाला व्यक्ति, आज क्या है करके जानने वाला व्यक्ति, उस कल होने वाले उस बात के रीति के अनुसार आज के अपने जिंदगी को सुधार कर आगे की ओर चलना है. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ എന്റെ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. और इसलिए बड़ी वेगता से मैं मेरे संदेश को बंद करना चाहता हूँ. പഴയ നിയമത്തിലെ ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാം, നിങ്ങൾ അത് പിന്നീട് വായിച്ചാൽ മതി. पुराने नियम का एक बात को मैं आपके बीच में रखता हूँ, आप बाद में पढ़ लेना. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം, प्रेरितों का काम 7वीं अध्याय, അതിന്റെ 9-ാമത്തെ വാക്യം. उसकी 9वीं वचन. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ടു, അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. कुलपतियों ने यूसुफ से डाह करके उसे मिस्र देश जाने वालों के हाथ बेचा. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ടു. कुलपतियों ने यूसुफ से डाह किया. വേഗത്തിൽ പറയുകയാണ്, और जल्दी से उनसे कहा, ഒരപ്പന്റെ മക്കളാണ് ഇവരെല്ലാം. एक पिता के संतान है ये सब. ഇവർക്ക് ആർക്കും ഒരു മാറ്റവും ഇല്ലാതെയാ ജീവിച്ചേ. और ये सब बिना कोई बदलावट से जिया. പക്ഷേ ഇവർക്കറിയില്ല നാളെ ഇവര് ഗോത്രപിതാക്കന്മാരാകുമെന്ന്.
मगर ये नहीं जानते हैं कि ये एक दिन कुलपतियों बनेंगे ഇവർ സാധാരണക്കാരായ മനുഷ്യരെ പോലെ ജീവിക്കുന്നേ. और ये एकदम आम लोग मनुष्य के समान जिंदगी बिता रहे हैं. ഇവർക്ക് പ്രത്യേക ദർശനമൊന്നും കിട്ടിയിട്ടില്ല. इनको कोई खास दर्शन नहीं मिला है. പക്ഷേ ഇവരെ ഗോത്ര പിതാക്കന്മാരാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. मगर परमेश्वर को योजना है कि इन्हें कुलपतियों बनाए. അപ്പൊ അതിനനുസരിച്ചൊരു ജീവിതം നയിക്കണമെന്നുള്ള ബോധ്യം അവർക്ക് ലഭിച്ചെങ്കിൽ അവർ യോസഫിനോട് ചെയ്തതൊന്നും ചെയ്യുകയില്ലായിരുന്നു. मगर उसके अनुसार जीना है करके एक दर्शन अगर उनके अंदर प्राप्त होता तो वे यूसुफ से डाह नहीं करते, ना उसे मिस्र देश जाने वालों के हाथ बेचते. ദൈവം ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന വിളി വലുതാണെന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും തങ്ങൾ ചെയ്തതുപോലെ ചെയ്യില്ലായിരുന്നു. परमेश्वर ने हमारे ऊपर बुलाया हुआ जो बुलावट है वो एक बड़ा बुलावट है, एक परम प्रधान बुलावट है करके एक समझ अगर उनके अंदर होता वो इस प्रकार एक सस्ता जिंदगी नहीं बिताते. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, ഗോത്രപിതാക്കന്മാരാണ് യോസഫിനോട് അസൂയപ്പെട്ടത്. और अनेक सदियों के बाद देखिए पवित्र आत्मा लिख के रखा है कि कुलपतियों ने यूसुफ से डाह करके डाह किया. നിങ്ങൾ നാളെ ആരാകുമെന്ന് അറിയാവുന്നവൻ നിങ്ങളെ നടത്തുമ്പോൾ നിങ്ങളുടെ വില കുറയ്ക്കുന്നതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. और आपको कौन चला रहा है करके उस परमेश्वर के बारे में एक दर्शन अगर आपके अंदर है तो उससे कीमती कम वाला या उससे सस्ता कोई भी बात आज आपके जिंदगी में नहीं होना है. ഗോത്രപിതാക്കന്മാർ പിറകിലേക്ക് നോക്കി ദുഃഖിക്കേണ്ടി വന്നു. कुलपतियों ने पीछे की ओर देखकर दुखित होना पड़ा. കാരണം അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അറിയാതെ എന്തൊക്കെയോ അവർ ചെയ്തു പോയി. क्योंकि वे परमेश्वर के उनके प्रति जो योजना था उससे अनजान रहकर अनेक बातों को कर दिए. എന്നാൽ നിങ്ങൾ വിറ്റുകളഞ്ഞ യോസഫിനെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. मगर आप देखिए जो यूसुफ के बारे में जरा विचार कीजिए जिसको इन्होंने बेच डाला. ദർശനമകത്ത് കയറിയവനാണവൻ. उसके अंदर दर्शन गया था. നാളെ ആരാകുമെന്ന് അവന് ദർശനം കിട്ടിയവനാ. और कल वो क्या होगा करके जानने वाला एक व्यक्ति था. അതുകൊണ്ട് ഞാൻ എന്റെ വിളിക്ക് അനുസരിച്ച് ഓടുന്ന ഒരു ചിന്തയാണ് യോസഫിനുള്ളത്. और इसीलिए वो उसके बुलावट के अनुसार दौड़ लगा रहा है करके एक विचार उसके अंदर आ गया है. ഗോത്രപിതാക്കന്മാരാണെന്നൊന്നും അറിയില്ലെങ്കിലും ഗോത്രപിതാക്കന്മാരാകാനുള്ള സഹോദരന്മാർ തന്റെ മുൻപിൽ നമസ്കരിക്കുന്ന ദർശനം അവന്റെ അകത്തുണ്ട്. कुलपतियों बनने का मौका हुआ या दर्शन नहीं मिला तो भी उस कुलपतियों बनने वाले भाई उनके सामने आकर दंडवत करने का एक मौका उसके जिंदगी में मिला. അതുകൊണ്ട് ആ ദർശനം ലഭിച്ചവൻ പിറകോട്ട് നോക്കി ദുഃഖിക്കേണ്ട ഒന്നും തന്റെ ജീവിതത്തിൽ വന്നില്ല. और इसीलिए उस दर्शन प्राप्त किया हुआ व्यक्ति अपने जिंदगी के जब पीछे की ओर मुड़कर देखा तब दुखित होने के लिए या खेदित होने का कोई भी विषय उसको नहीं दिखा. തങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ച് അനുതപിക്കുന്ന ഗോത്രപിതാക്കന്മാരോട് യോസഫ് പറയുന്നു, സാരമില്ല, നിങ്ങൾക്ക് മുൻപേ ദൈവം എന്നെ അയച്ചതാകുന്നു. और अपने जिंदगी में किए हुए गलतियों के बारे में पश्चाताप करने वाले उस कुलपतियों से यूसुफ कहता है कि आप दुखित ना होइए क्योंकि आपसे पहले परमेश्वर ने मुझसे आकर इन बातों के बारे में कह दिया. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകും. हे प्रियो, आज हम परमेश्वर के संतान हैं. നമുക്കൊരു ദർശനമുണ്ട്, നാം കർത്താവിനോട് സദൃശന്മാരാകും. और हमारा एक दर्शन है और हम उसके समान होने वाले हैं. ഇന്ന് നാം വിശ്വാസത്താൽ ദൈവമക്കളാണ്, നാളെ നാം വിശ്വാസത്താൽ യേശുവിനോട് സദൃശന്മാരാകും. आज हम विश्वास के द्वारा उसके संतान हैं और कल हम विश्वास के द्वारा उसके समान होंगे. നിത്യതയിൽ കോടാനുകോടി വിശുദ്ധന്മാരുടെ നടുവിൽ, ദൂതന്മാരുടെ നടുവിൽ ദൈവം നമ്മെ ആദരിക്കാൻ പോകുകയാണ്. और अनंत काल की जिंदगी में कोटानी कोटि उस परमेश्वर के संतानों के साथ परमेश्वर हमारा भी आदर करेगा. കർത്താവിനോട് സദൃശരാകാനുള്ള വിളി ലഭിച്ചവരാണ് നാം. परमेश्वर के समान होने का एक बुलावट प्राप्त किए हुए लोग हैं हम. അതുകൊണ്ട് നിത്യതയിലെത്തി പുറകോട്ട് നോക്കി ദുഃഖിക്കാതിരിക്കാൻ
और इसीलिए अनंत काल की जिंदगी में प्रवेश करके पीछे की ओर देखकर खेदित नहीं होने के लिए, അപ്രകാരമുള്ള മോശമായ പ്രവൃത്തികൾ എന്റെ കയ്യിൽ നിന്ന് വന്നുവല്ലോ എന്നോർത്ത് അനുതപിക്കാതിരിക്കാൻ, इस प्रकार की गलत चाल चलनों में, बुरी चाल चलनों में मैं चला करके देखकर हम खेदित नहीं होने के लिए, വേദപുസ്തകം പറയുന്നു ജയിക്കുന്നവന് ഞാൻ പലതും കൊടുക്കും. और परमेश्वर का वचन कहता है कि जीत कर आने वालों को, जयवंत होने वालों को मैं बहुत कुछ दूंगा. ദൈവമക്കൾ തുടങ്ങി സദൃശന്മാരാകുന്നതിലേക്കുള്ള യാത്രയിൽ और परमेश्वर के संतान होकर, परमेश्वर से सदस्य होकर उसके समान होने के लिए बनने तक के उस यात्रा के बीच में, ആ യാത്രയിൽ നമുക്ക് നമ്മെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, അല്ലെ പുറകോട്ട് തിരിഞ്ഞു നോക്കി നമ്മുടെ മോശമായ ഒരു കാലാവസ്ഥയെ അറിയുന്ന ഒരു ജീവിതം നയിക്കാൻ ഇടയാകരുത്. उस जिंदगी के बीच में पीछे की ओर मुड़कर हमारे गलतियों को, हमारे बुरे चाल चलनों को देखकर हम उदास हो जाए, उस प्रकार की एक जिंदगी शैली हमें नहीं बिताना है. അല്പം കൂടിയ വിലയേറിയ ജീവിത ശൈലി നമുക്കുണ്ടാകണം. और एक थोड़ा से ज्यादा बहुमूल्य एक जिंदगी की शैली हमें अपनाना है. നമ്മുടെ സംസ്കാരം സ്വർഗത്തിലെ സംസ്കാരമായിരിക്കണം. हमारे संस्कृति स्वर्ग की होनी चाहिए. അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക. और इसीलिए जिंदगी में हमें बदलना है. ദൈവമക്കൾ എന്നുള്ള പദവിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുക. परमेश्वर के संतान होने के उस स्थान को समझकर, पदवी को समझकर इस संसार में हमारे जिंदगी को बिताए. കർത്താവിനോട് സദൃശന്മാരാകാനുള്ളവർ എന്നുള്ള ആ ചിന്ത നമ്മെ ഭരിക്കട്ടെ. और परमेश्वर के समान होने का एक दिन है करके उस विचार हम पर राज करते रहे. ലോകത്തിൽ വില കുറഞ്ഞ എല്ലാറ്റിനോടും നമുക്ക് ഗുഡ് ബൈ പറയാം. इस संसार में जो भी सस्ते बातें हैं, उन सारे बातों को हम इनकार करें, गुड बाय कहें. നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശ കൊണ്ട് നമ്മുടെ അകം നിറയട്ടെ. अनंत काल के जिंदगी के बारे में एक आशा से हमारे दिल भर जाए. ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം മാറും. इस संसार के तकलीफ सारे हट जाएगी. എല്ലാ വേദനകളും പ്രതിസന്ധികളും മാറും. सारे दर्द और प्रतिकूल अवस्थाएं हट जाएगी. ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശരീരം നാമും പ്രാപിക്കും. मसीह के उस पुनरुत्थान के शरीर हम भी पाएंगे. അന്ന് നാം അവനെ പോലെ അവനോടൊപ്പം വാഴും. और उस दिन हम उसके समान, उसके साथ राज करेंगे. ഈ ലോകത്തിൽ സഹിച്ച സകലത്തിനും അനുസരിച്ച് ദൈവം നമുക്ക് പ്രതിഫലം തരും. और इस संसार में जो भी बातों पर हमने सहन किया और जो भी बातें हमने किया, उसके अनुसार वो हमें प्रतिफल देगा. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിനോട് സദൃശന്മാരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ സന്ദേശം ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ദൈവസഭയോടും നന്ദി പറയുന്നു. എന്റെ വാക്കുകൾ വളരെ നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്ത കർത്താവിന്റെ ദാസൻ സാബുബ്രനോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. आज उस ऊंचे की, उस संसार की और हमारे बुलावट के अनुसार एक पवित्र जिंदगी बिताने के लिए आपको मैं आह्वान देते हुए, मुझे समय दिया हुआ कलीसिया को, पासवान और परिवार को, और बातों को तर्जुमा किया हुआ साबू ब्रदर को, सबको मैं परमेश्वर के नाम पे धन्यवाद देता हूँ. आप सबको परमेश्वर आशीष दे.